ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പവർ ഫാക്ടർ കുറയുമ്പോൾ ഒരു സർക്യൂട്ടിൽ എന്തൊക്കെയാണ് പ്രോബ്ലംസ് ഉണ്ടാകുന്നതെന്ന് ഡിസ്കസ് ചെയ്തിട്ട്, അതായത് പവർ ഫാക്ടർ ഇമ്പ്രൂവ് ചെയ്യേണ്ടതിൻ്റെ ആവശ്യകത എന്താണെന്നുള്ളതിനെപ്പറ്റി ഡിസ്കസ് ചെയ്തിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇത് അതിൻ്റെ ഒരു സൊല്യൂഷൻ ടൈപ്പ് വീഡിയോ ആണ്. അതായത് നമ്മൾ ഓൾറെഡി അതിൻ്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഡിസ്കസ് ചെയ്തു. ഇനി അതിനെ നമ്മൾ എങ്ങനെ പരിഹരിക്കാം എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത്. അതിനെ പരിഹരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പവർ ഫാക്ടർ ഇമ്പ്രൂവ് ചെയ്യാം. സോ പവർ ഫാക്ടർ ഇമ്പ്രൂവ് ചെയ്യാനുള്ള മെത്തേഡ്സിനെ പറ്റിയിട്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി ആ പവർ ഫാക്ടർ കുറയുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു പ്രോബ്ലംസ് എന്തൊക്കെയാണെന്നുള്ളതിനെപ്പറ്റി ചെയ്ത വീഡിയോ കാണാത്തവർക്ക് വേണ്ടിയിട്ട് ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. കാരണം ഫസ്റ്റ് നമ്മൾ ആ പവർ ഫാക്ടർ കുറയുമ്പോൾ ഉണ്ടാകുന്ന പ്രോബ്ലംസ് എന്തൊക്കെയാണെന്ന് അറിയണം. അതിനുശേഷം ഒരിക്കലും അത് നമ്മൾ കറക്ഷൻ ചെയ്യേണ്ടതിൻ്റെ ആ ഒരു ആവശ്യകത നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. പവർ ഫാക്ടർ നമ്മൾ കറക്ഷൻ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഫസ്റ്റ് അതിൻ്റെ ആ ഒരു മെത്തേഡ് എന്താണെന്നുള്ളത് നമ്മളൊന്ന് ജസ്റ്റ് നോക്കാം. അതായത് നമുക്ക് പവർ ഫാക്ടർ വരുന്നത് 3 ടൈപ്പിലാണ്: ലീഡിങ് പവർ ഫാക്ടർ, യൂണിറ്റി പവർ ഫാക്ടർ, ലാഗിങ് പവർ ഫാക്ടർ. ലീഡിങ് പവർ ഫാക്ടർ, ലാഗിങ് പവർ ഫാക്ടർ, യൂണിറ്റി പവർ ഫാക്ടർ. യൂണിറ്റി എന്ന് പറയുന്നത് 1 ആണ്, പവർ ഫാക്ടർ 1 ആവുന്നത്. അതുപോലെ തന്നെ ലാഗിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പവർ ഫാക്ടറിൽ ഒരു ലാഗിങ് പവർ ഫാക്ടറാണ്. ലീഡിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പവർ ഫാക്ടർ ലീഡ് ചെയ്യുന്നത്. ഇനി ആ ലീഡിങ്, ലാഗിങ്, യൂണിറ്റി ഇതിനെപ്പറ്റി ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ഓൾറെഡി ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് അതിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, അത് വാച്ച് ചെയ്യാവുന്നതാണ്. ഇനി പവർ ഫാക്ടർ കറക്ഷൻ എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ പവർ ഫാക്ടറിൻ്റെ വാല്യൂ 1 അടുത്തുള്ള ആ ഒരു വാല്യൂയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് പവർ ഫാക്ടർ കറക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മുടെ പവർ ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 0.6 ആണ് അല്ലെങ്കിൽ 0.7 ആണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ഏതെങ്കിലും രീതിയിൽ ഇമ്പ്രൂവ് ചെയ്തിട്ട് 1 അടുത്തുള്ള പവർ ഫാക്ടറിലേക്ക്, അതായത് യൂണിറ്റിയോട് അടുത്തുള്ളതോ അല്ലെങ്കിൽ യൂണിറ്റി പവർ ഫാക്ടറിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് പവർ ഫാക്ടർ കറക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ലാഗിങ് പവർ ഫാക്ടർ നമുക്ക് ഉണ്ടാകുന്നത് സർക്യൂട്ടിൽ ഉണ്ടാകുന്ന ഇൻഡക്റ്റീവ് ലോഡ് കൊണ്ടാണ്. ഇൻഡക്റ്റീവ് ടൈപ്പ് ലോഡ് കൊണ്ടിട്ടാണ് നമുക്ക് പവർ ഫാക്ടർ ലാഗിങ് ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ ലീഡിങ് പവർ ഫാക്ടർ വരുന്നത് നമുക്ക് കപ്പാസിറ്റീവ് ലോഡ് കൊണ്ടിട്ടാണ്. ശരിക്കും ലോഡ് എന്ന് പറയുന്നതിനേക്കാളും കൂടുതൽ പെർഫെക്റ്റ് ആയിട്ടുള്ള ടൈം എന്ന് പറയുന്നത് റിയാക്റ്റീവ് പവർ ആയിക്കോളും. റിയാക്റ്റീവ് പവർ, അതായത് ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് കൊണ്ടുണ്ടാകുന്ന ആ ഒരു ഇൻഡക്റ്റീവ് റിയാക്റ്റീവ് പവർ കൊണ്ടാണ് നമുക്ക് ലാഗിങ് ആയിട്ടുള്ള പവർ ഫാക്ടർ ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ കപ്പാസിറ്റീവ് ആയിട്ടുള്ള റിയാക്റ്റീവ് പവർ കൊണ്ടിട്ടാണ് നമുക്ക് ലീഡിങ് ആയിട്ടുള്ള പവർ ഫാക്ടർ ഉണ്ടാകുന്നത്. സോ നമ്മൾ ഇത് കറക്ഷൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ സർക്യൂട്ടിൽ ഇപ്പോൾ ഇൻഡക്റ്റീവ് ആയിട്ടുള്ള റിയാക്റ്റീവ് പവറാണ് കൂടുതലെന്നുണ്ടെങ്കിൽ നമ്മുടെ പവർ ഫാക്ടർ ലാഗിങ് ആയിരിക്കുള്ളൂ. സോ നമ്മൾ അതിലേക്ക് കപ്പാസിറ്റീവ് ആയിട്ടുള്ള റിയാക്റ്റീവ് പവർ ആഡ് ചെയ്യും. സോ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ഈ ലാഗ് കുറഞ്ഞ് 1 അടുത്തുള്ള ആ ഒരു വാല്യൂയിലേക്ക് വരും. അങ്ങനെയാണ് നമ്മൾ ലാഗിങ് ആയിട്ടുള്ളതിനെ കറക്റ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ലീഡിങ് ആയിട്ടുള്ള ഒരു പവർ ഫാക്ടറാണ് നമുക്ക് ഉള്ളതെന്നുണ്ടെങ്കിൽ കപ്പാസിറ്റീവ് ആയിട്ടുള്ള റിയാക്റ്റീവ് പവറാണ് കൂടുതലെന്നാണ് അതിൻ്റെ അർത്ഥം. സോ നമ്മൾ ആ സർക്യൂട്ടിലേക്ക് ഇൻഡക്റ്റീവ് ആയിട്ടുള്ള റിയാക്റ്റീവ് പവർ ആഡ് ചെയ്യും. സോ ആ ഒരു ലീഡ് കുറഞ്ഞ് യൂണിറ്റിയിലേക്ക് വരും. ഇങ്ങനെയാണ് നമ്മൾ പവർ ഫാക്ടർ കറക്ഷൻ ചെയ്യുന്നത്. ഇനി നമുക്ക് നമ്മുടെ ഇൻഡസ്ട്രീസിൽ കൂടുതൽ വരുന്നത് ഈ പറഞ്ഞ ഇൻഡക്റ്റീവ് ടൈപ്പ് ആയിട്ടുള്ള ലോഡാണ്. ഇൻഡക്ഷൻ മോട്ടർ, അതുപോലെ തന്നെ കോയിൽസ്, അങ്ങനെയുള്ള സാധനങ്ങളായതുകൊണ്ട് ഇൻഡക്റ്റീവ് ടൈപ്പ് ലോഡാണ് നമുക്ക് എപ്പോഴും ഇൻഡസ്ട്രീസിൽ കൂടുതലായിട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ പവർ ഫാക്ടർ എന്ന് പറയുന്നത് എപ്പോഴും ലാഗിങ് ആയിട്ടായിരിക്കുള്ളൂ ഉണ്ടാകുന്നത്. സോ ആ ഒരു ഇൻഡക്റ്റീവ് ലാഗിങ്ങിനെ നമ്മൾ സോൾവ് ചെയ്യുന്നത് കപ്പാസിറ്റീവ് ആയിട്ടുള്ള റിയാക്റ്റീവ് പവർ ആഡ് ചെയ്തിട്ടാണ്. ഇതിന് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സർക്യൂട്ടിൽ കപ്പാസിറ്റർ കണക്ട് ചെയ്യുക എന്നതാണ്. സോ അതാണ് നമ്മളെ പവർ ഫാക്ടർ കറക്ഷൻ്റെ ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. മെത്തേഡ് നമ്പർ 1, കപ്പാസിറ്റേഴ്സ്. ഈ കപ്പാസിറ്റേഴ്സിനെ തന്നെ നമ്മൾ ലാർജ് ഒരു അറേഞ്ച്മെൻറ്റിൽ ഫിറ്റ് ചെയ്യുന്നതാണ് കപ്പാസിറ്റർ ബാങ്ക് എന്ന് പറയുന്നത്. കപ്പാസിറ്റർ ബാങ്ക്സ്. സോ ഇതിൻ്റെ ഒരു വർക്കിങ്ങിന് ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ലാന്ന് തോന്നുന്നു. ജസ്റ്റ് നമ്മുടെ പവർ ഫാക്ടർ ലാഗിങ് ആയതുകൊണ്ട് നമ്മൾ ലീഡിങ് ആയിട്ടുള്ള ഒരു റിയാക്റ്റീവ് പവർ കപ്പാസിറ്ററിൽ നിന്നും കടത്തിവിടുന്നു. അങ്ങനെ ആ ഒരു പവർ ഫാക്ടറിൻ്റെ ലാഗ് കുറച്ച് നമ്മൾ യൂണിറ്റിലേക്കോ അല്ലെങ്കിൽ യൂണിറ്റിയുടെ അടുത്തുള്ള ഒരു വാല്യൂയിലേക്കോ കൊണ്ടുവരുന്നു. ഇതാണ് കപ്പാസിറ്റർ അല്ലെങ്കിൽ കപ്പാസിറ്റർ ബാങ്ക് വെച്ചിട്ടുള്ള ആ ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. ഏറ്റവും ഈസി ആയിട്ട് ഇത് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അതുകൊണ്ട് തന്നെ നമുക്ക് ഇൻഡസ്ട്രീസിൽ വൈഡായിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡും ഇത് തന്നെയാണ്. ഇനി ഇതിൻ്റെ ഒരു ഡ്രോബാക്ക് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ, ലോഡിലുള്ള ആ ഒരു പവർ ഫാക്ടർ ചേഞ്ച് ആവാനനുസരിച്ചിട്ട് നമ്മൾ കപ്പാസിറ്റേഴ്സ് സ്വിച്ച് ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും. അതായത് 0.6 പവർ ഫാക്ടറുള്ള സമയത്ത് നമ്മൾ കൊടുക്കുന്ന ആ ഒരു കപ്പാസിറ്റേഴ്സ് ആയിരിക്കില്ല 0.7 ആകുമ്പോഴത്തേക്ക് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ കപ്പാസിറ്റേഴ്സിൻ്റെ വാല്യൂ സ്വിച്ച് ചെയ്യേണ്ടി വരും. അല്ലാന്നുണ്ടെങ്കിൽ ഒരു ലീഡിങ് പവർ ഫാക്ടറിലേക്ക് പോകും.
സോ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക് പവർ ഫാക്ടർ കറക്ഷൻ പാനൽസ് യൂസ് ചെയ്യുന്നുണ്ട്, APFC പാനൽസ്. ഒരു പരിധിവരെ ആ ഒരു ഡ്രോബാക്ക് നമുക്ക് ഈ സൈസിലുള്ള പാനൽസ് വെച്ചിട്ട് നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നതാണ്. ഇനി രണ്ടാമത്തെ ഒരു ഡ്രോബാക്കായിട്ട് പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ ഈ കപ്പാസിറ്റേഴ്സിൻ്റെ ലൈഫ് സ്പാനാണ്. കപ്പാസിറ്റേഴ്സിൻ്റെ ലൈഫ് എന്ന് പറയുന്നത് മാക്സിമം ഒരു 10 വർഷം വരെയാണ്. പക്ഷേ നമ്മൾ ഈ ഒരു വോൾട്ടേജ് ഇങ്ങനെ സ്വിച്ചിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ആ പറയുന്ന ഒരു ലൈഫ് സ്പാൻ കിട്ടില്ല. ഒരു 6-7 വർഷം വരെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതിനുശേഷം നമ്മളിത് മൊത്തമായിട്ട് റീപ്ലേസ് ചെയ്യേണ്ടി വരും. ആ ഒരു കാര്യം ഇതിൻ്റെ ഒരു ഡ്രോബാക്കായിട്ട് പറയാവുന്നതാണ്. ഇനി നമ്മൾ പവർ ഫാക്ടർ കറക്ഷന് വേണ്ടി ഉപയോഗിക്കുന്ന രണ്ടാമത്തെ മെത്തേഡാണ് സിങ്ക്രണസ് കണ്ടൻസർ മെത്തേഡ് എന്ന് പറയുന്നത്. സിങ്ക്രണസ് കണ്ടൻസർ എന്ന് പറയുന്നത് ഒരു നോലോഡിലുള്ള DC എക്സൈറ്റഡ് ആയിട്ടുള്ള മോട്ടറാണ്. അതായത് അതിൻ്റെ ആ ഒരു എക്സൈറ്റിംഗ് എന്ന് പറയുന്നത് ഒരു DC ആയിരിക്കുള്ളൂ. നമ്മൾ റോട്ടറിലേക്ക് ഒരു എക്സൈറ്റർ കണക്ട് ചെയ്തിട്ടുണ്ടാവും. അത് ഒരു DC സോഴ്സ് വഴി ആയിരിക്കുള്ളൂ നമ്മൾ എക്സൈറ്റ് ചെയ്യുന്നത്. ഇനി ഈ ഒരു സിസ്റ്റം അതായത് ഈ നോലോഡിലുള്ള ഈ മോട്ടർ എന്ന് പറയുന്നത് നമ്മൾ നേരെ പാരലായിട്ട് നമ്മുടെ ഗ്രിഡിലേക്ക് കണക്ട് ചെയ്യും. സോ ഈ ഒരു സിസ്റ്റം നമുക്ക് പവർ ഫാക്ടർ കറക്ഷനായിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഇനി അതെങ്ങനെയാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കാം. ഇതെന്ന് പറയുന്നത് മോട്ടറിൻ്റെ സ്റ്റേറ്റർ വൈൻഡിങ് ആണെന്നും ഇത് മോട്ടറിൻ്റെ ഷാഫ്റ്റ് ആണെന്നും നമുക്ക് കൺസിഡർ ചെയ്യാം. നോർമലി നമ്മളൊരു മോട്ടർ വായിക്കുക എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സ്റ്റേറ്റർ വൈൻഡിങ്ങിലേക്കാണ് നമ്മൾ സപ്ലൈ കൊടുക്കുന്നത്. സോ ഒരു മാഗ്നറ്റിക് ഫീൽഡ് എക്സൈറ്റ് ചെയ്യുകയും മോട്ടർ റൺ ചെയ്യുകയും ചെയ്യുന്നു. നമ്മളിതിന് നേരെ ഓപ്പോസിറ്റായിട്ട് ഇതിൻ്റെ ഷാഫ്റ്റിൽ ഒരു എക്സൈറ്റർ കണക്ട് ചെയ്തിട്ട് ആ എക്സൈറ്റർ നമ്മളൊരു DC വെച്ചിട്ട് എക്സൈറ്റ് ചെയ്യുകയാണ്. സോ അങ്ങനെ എക്സൈറ്റ് ചെയ്യുന്ന സമയത്ത് എന്നുണ്ടെങ്കിൽ ഇതിനകത്തും നമുക്കൊരു മാഗ്നറ്റിക് ഫീൽഡ് എക്സൈറ്റ് ആവും. ആ ഒരു മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് നമുക്ക് സ്റ്റേറ്റർ വൈൻഡിങ്ങിലേക്ക് കൊടുക്കുന്ന മാഗ്നറ്റിക് ഫീൽഡിനെ ക്യാൻസൽ ചെയ്തുകൊണ്ടിരിക്കും. സോ അങ്ങനെ നമ്മൾ ക്യാൻസൽ ചെയ്ത് നമ്മൾ ഈ എക്സൈറ്റേഷൻ വോൾട്ട് ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ചിട്ട് ഒരു പെർട്ടിക്കുലർ പോയിന്റ് ആകുമ്പോഴത്തേക്കും നമുക്ക് പുറത്തുനിന്നുള്ള ആ ഒരു സപ്ലൈയിൽ നിന്ന് വരുന്ന ആ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ക്യാൻസലായിട്ട് കംപ്ലീറ്റ് എക്സൈറ്റേഷൻ നമ്മൾ ഈ ഷാഫ്റ്റിൽ കൊടുക്കുന്ന DC എക്സൈറ്റർ നൽകും. ആ ഒരു പോയിന്റിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പവർ ഫാക്ടർ എന്ന് പറയുന്നത് 1 ആയിരിക്കുള്ളൂ. സോ നമ്മൾ ഇതിനെ ആദ്യമേ പറഞ്ഞ ഒരു മോട്ടറാണെന്നുള്ളത്. അപ്പോൾ ഈ ഒരു 1 ആവുന്ന സമയത്ത് നമുക്കിതൊരു യൂണിറ്റി പവർ ഫാക്ടറിൽ റൺ ചെയ്യുന്ന ഒരു ഇൻഡക്ഷൻ മോട്ടറാണെന്ന് നമുക്ക് പറയാം. ഇനി ഈ ഒരു DC എക്സൈറ്റേഷൻ നമ്മൾ ഇപ്പോൾ നോർമലി 1-ലായിട്ടുണ്ട്. ആ ഒരു ഇതിൽ നിന്ന് വീണ്ടും നമ്മൾ എക്സൈറ്റേഷൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് നമുക്കൊരു റിയാക്റ്റീവ് പവർ പുറത്തേക്ക് പോകാൻ തുടങ്ങും. സോ അങ്ങനെ നമുക്ക് ആ ഒരു റിയാക്റ്റീവ് പവർ വീണ്ടും പോകുമ്പോഴത്തേക്കും പുറത്ത് നമ്മുടെ സിസ്റ്റത്തിലുള്ള ആ റിയാക്റ്റീവ് പവറിനെ ഇത് ക്യാൻസൽ ചെയ്തിട്ട് നമുക്ക് പവർ ഫാക്ടർ കറക്ഷൻ ചെയ്യാൻ പറ്റും. ഈ ഒരു മെത്തേഡിൻ്റെ ആ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് ആ ഒരു പവർ ഫാക്ടർ നേരത്തെ നമ്മൾ കപ്പാസിറ്ററിൻ്റെ അത് ചെയ്ത പോലെ ആ ഒരു കപ്പാസിറ്റർ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്ത് ഇതിൻ്റെ സ്വിച്ചിങ് ഒന്നും ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവില്ല. ഇതിൽ നമുക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ആ ഒരു എക്സൈറ്റേഷൻ വോൾട്ടേജ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ റിയാക്റ്റീവ് പവർ അഡ്ജസ്റ്റ് ചെയ്ത് അതുപോലെ തന്നെ പവർ ഫാക്ടർ കറക്ഷൻ ചെയ്യാവുന്നതാണ്. ഇനി വേറൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് വെച്ചിട്ട് നമുക്ക് ലാഗിങ് ആയിട്ടുള്ളതും അതുപോലെ തന്നെ ലീഡിങ് ആയിട്ടുള്ള പവർ ഫാക്ടറും നമുക്ക് കറക്ഷൻ ചെയ്യാൻ പറ്റും. അതായത് നമ്മൾ ഈ എക്സൈറ്റേഷൻ വോൾട്ടേജ് കൺട്രോൾ ചെയ്യുന്നതനുസരിച്ചിട്ട് ഇതിനകത്തോട്ട് വരുന്ന ആ ഒരു റിയാക്റ്റീവ് പവർ നമുക്ക് കൺട്രോൾ ചെയ്യാം. അതുപോലെ തന്നെ ഓവർ എക്സൈറ്റേഷൻ ചെയ്യണ വഴി ഇതിൽ നിന്ന് തിരിച്ചൊരു റിയാക്റ്റീവ് പവർ കൊടുക്കുകയും ചെയ്യാം. ആ ഒരു രീതിയിൽ നമുക്ക് പവർ ഫാക്ടറിൻ്റെ ലാഗിങ്ങും ലീഡിങ്ങും ഇത് വെച്ചിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇനി മറ്റൊരു അഡ്വാൻറ്റേജ് നമ്മൾ കപ്പാസിറ്ററിൻ്റെ ആ ഒരു കേസിൽ പറഞ്ഞു, അതിൻ്റെ അകത്തുള്ള ലൈഫ് സ്പാൻ കുറവാണെന്നുള്ളത്. അത് വെച്ച് നോക്കുമ്പോൾ ഇതെന്ന് പറയുന്നത് നമുക്കൊരു മാക്സിമം അപ് ടു 25 വർഷം വരെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു ലൈഫ് സ്പാൻ കിട്ടുന്ന ഒരു സിസ്റ്റമാണ് അല്ലെങ്കിൽ ഒരു മെത്തേഡാണ് ഈ ഒരു സിങ്ക്രണസ് കണ്ടൻസർ മെത്തേഡ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ആ ഒരു റേഞ്ച് വരുന്നത് ഏകദേശം 20 MVAR തൊട്ട് ഒരു 200 MVAR വരെയാണ്. ഈ MVAR എന്ന് പറയുന്നത് നമ്മൾ KVAR എന്നാണെങ്കിൽ കുറച്ചും കൂടി ഫെമിലറൈസ് ആയിക്കോളൂ. റിയാക്റ്റീവ് പവറിൻ്റെ യൂണിറ്റ് ആയിട്ട് പറയുന്നതാണ്. അതിൻ്റെ തന്നെ അടുത്ത ഒരു ടേമിലുള്ളതാണ് MVAR എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ഇതിൻ്റെ ആ ഒരു ഓപ്പറേഷൻ എന്ന് പറയുന്നത് കുറച്ച് നോയ്സി ആയിക്കോളൂ. കപ്പാസിറ്റർ ടൈപ്പ് നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് അധികം സൗണ്ടും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഇതൊരു മോട്ടർ റൺ ചെയ്യുന്ന പോലെ തന്നെ ആയതുകൊണ്ട് കുറച്ച് നോയ്സി ആയിക്കോളൂ ഓപ്പറേഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കപ്പാസിറ്റർ ബാങ്ക് അല്ലെങ്കിൽ കപ്പാസിറ്റേഴ്സ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും കപ്പാസിറ്ററിൻ്റെ ആ ഒരു കേസിൽ നമുക്കറിയാം അതിനകത്ത് റണ്ണിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ മൂവിങ് ആയിട്ടുള്ള പാർട്സ് ഒന്നുമില്ല. പക്ഷേ ഈ ഒരു കേസിൽ നമുക്ക് ആ ഒരു മൂവിങ് പാർട്ട് വരുന്നതുകൊണ്ട് ഇതിൻ്റെ അകത്ത് ഉണ്ടാകുന്ന ആ ഒരു ലോസ് കുറച്ച് കൂടുതലായിരിക്കുള്ളൂ കമ്പയർ ടു കപ്പാസിറ്റർ അല്ലെങ്കിൽ കപ്പാസിറ്റർ ബാങ്ക്സ്. അതുപോലെ തന്നെ ഇതിൻ്റെ ആ ഒരു സൈസ് എന്ന് പറയുന്നത് കുറച്ച് വലുതാണ്. ഒരു വലിയ ഒരു മോട്ടറിൻ്റെയൊക്കെ സൈസ് ആയിരിക്കുള്ളൂ ഇതിന് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കിത് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് കൂടുതൽ സ്ഥലം ആവശ്യമാണ്. സോ ഇത്രയൊക്കെയാണ് സിങ്ക്രണസ് കണ്ടൻസർ മെത്തേഡിൽ നമുക്ക് വരുന്ന ആ ഒരു ഡ്രോബാക്സ് അല്ലെങ്കിൽ ആ ഒരു ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ മൂന്നാമതായിട്ട് പറയുന്ന ഒരു മെത്തേഡാണ് ഫേസ് അഡ്വാൻസർ മെത്തേഡ് എന്ന് പറയുന്നത്.
ഇതെന്ന് പറയുന്നത് നമ്മൾ സിങ്ക്രണസ് കണ്ടൻസറിൻ്റെ കേസിൽ പറഞ്ഞ ഒരു DC എക്സൈറ്റഡ് മോട്ടറാണെന്നുള്ളത്, അല്ലെങ്കിൽ ആ ഷാഫ്റ്റ് നമ്മൾ DC വെച്ചിട്ട് എക്സൈറ്റ് ചെയ്യുന്നുള്ളത്. പക്ഷേ ഇതിൻ്റെ ആ ഒരു നമുക്ക് വരുന്നത് AC വെച്ചിട്ട് തന്നെ എക്സൈറ്റ് ചെയ്യുകയാണ്. പക്ഷേ ചെറിയൊരു വ്യത്യാസമുണ്ട്. നമുക്ക് സിങ്ക്രണസ് കണ്ടൻസർ മെത്തേഡ് നമുക്കൊരു ഗ്രിഡിലേക്ക് യൂസ് ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷേ ഫേസ് അഡ്വാൻസർ എന്ന് പറയുന്നത് നമുക്കൊരു ഇൻഡക്ഷൻ മോട്ടറിൻ്റെ പവർ ഫാക്ടർ കറക്ഷന് വേണ്ടിയിട്ട് മാത്രമാണ് ഉപയോഗിച്ച് വരുന്നത്. അതായത് നമ്മൾ വർക്ക് ചെയ്യാൻ പവർ ഫാക്ടർ കറക്ഷൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഇൻഡക്ഷൻ മോട്ടറിൻ്റെ ഷാഫ്റ്റിലേക്ക് നമ്മളൊരു AC വെച്ചിട്ട് എക്സൈറ്റ് ചെയ്യുന്നു. അങ്ങനെ എക്സൈറ്റ് ചെയ്തിട്ട് തന്നെ നമ്മൾ പുറത്തുനിന്നുള്ള ഒരു റിയാക്റ്റീവ് പവറിനെ കൺട്രോൾ ചെയ്തിട്ട് ഈ ഒരു പവർ ഫാക്ടർ കറക്ഷൻ ചെയ്യുന്നു. ഇതാണ് ഈ ഒരു മെത്തേഡിൽ നമ്മൾ ചെയ്യുന്നത്. ഇതത്ര വൈഡായിട്ട് നമ്മൾ യൂസ് ചെയ്ത് വരാറില്ല. അതിൻ്റെ ഒന്നാമത്തെ കാരണം പറഞ്ഞു, ഇത് ഇൻഡക്ഷൻ മോട്ടറിൽ മാത്രമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പിന്നെ അതിൽ തന്നെ 200 HP മേളിലോട്ടുള്ള ആ ഒരു മോട്ടേഴ്സിനാണ് ഇത് യൂസ് ചെയ്ത് വരുന്നത്. നമുക്കറിയാം, നമുക്ക് ഇൻഡസ്ട്രീസിൽ എല്ലായിടത്തും തന്നെ 200 HP മേളിലോട്ടുള്ള 200 HP എന്ന് പറഞ്ഞാൽ അത്യാവശ്യം വലിയൊരു സൈസായി. ആ ഒരു 200 HP മേളിലോട്ടുള്ള മോട്ടേഴ്സ് നമുക്ക് അത്രയും അധികമായിട്ട് ഇൻഡസ്ട്രീസിൽ വരാൻ ചാൻസ് ഇല്ല. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ഒരു കേസിൽ മാത്രം ആ ഒരു മോട്ടറിൻ്റെ ആ ഒരു പെർട്ടിക്കുലർ മോട്ടറിൻ്റെ പവർ ഫാക്ടർ കറക്ഷന് വേണ്ടിയിട്ടാണ് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുന്നത്. അല്ലാതെ നമുക്കൊരു കോമൺ ഗ്രിഡിലേക്ക് നമുക്ക് ഈ ഒരു മെത്തേഡ് വെച്ചിട്ട് പവർ ഫാക്ടർ കറക്ഷൻ ചെയ്യാൻ പറ്റില്ല. സോ ഈ ഒരു 3 മെത്തേഡാണ് നമ്മൾ പവർ ഫാക്ടർ കറക്ഷന് വേണ്ടിയിട്ട് ഉപയോഗിച്ച് വരുന്നത്. 3 മെത്തേഡിൻ്റെയും ജസ്റ്റ് ഒരു ബേസിക് ആയിട്ടുള്ള വർക്കിംഗ് എങ്ങനെയാണെന്നുള്ളതും അതുപോലെ തന്നെ അതിൻ്റെ ഒരു റഫായിട്ടുള്ള അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും എന്തൊക്കെയാണെന്നുള്ളതും വ്യക്തമായി എന്ന് വിചാരിക്കുന്നു. സോ വീഡിയോയെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. മറ്റൊരു വീഡിയോയിൽ പുതിയൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. താങ്ക് യു.